സോ ഗൈസ് നമസ്കാരം. എ ആർ ആകാശിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിംഗ് നല്ല രീതിയിൽ മറിഞ്ഞിട്ടുണ്ട്. ഇപ്പം ജിൻഡോ ഫാൻസ് എല്ലാം അഭിഷേകിനാണ് വോട്ടിടുന്നത്. അഭിഷേക് ഫാൻസ് എല്ലാം അഭിഷേകിന് തന്നെയാണ് വോട്ടിടുന്നത്. അങ്ങനെ വോട്ടുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസവും പിന്നെ ഇപ്പം സിജോ ഫാൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ സിജോയുടെ ടീമെല്ലാം സായിക്ക് വോട്ടിടുന്നു. അങ്ങനെയാണ് വോട്ടുകൾ നല്ല വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കിൽ ഞാൻ പറഞ്ഞ പേര് മാത്രമാണ് പുറത്തായത്. അല്ലാതെ യൂട്യൂബ് കലക്കി കുടിച്ച് കുറേ പ്രബന്ധങ്ങളും കുറേ കിഴങ്ങീശ്വരന്മാരും പറഞ്ഞത് ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനൽ തന്നെ പൊക്കി പറയുന്നത് എ ആർ ആകാശ് പറഞ്ഞ ആൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച പോയത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രേക്ഷകർത്തല്ല പറഞ്ഞത്. കുറേ യൂട്യൂബ് കിഴങ്ങേശ്വരന്മാരാണ്. അപ്പോൾ അവന്മാർ എൻ്റെ യൂട്യൂബിലൊന്ന് കമൻറ്റ് ഇട്ടായിരുന്നു, ഇവൻ്റെത് ഫേക്കാണ്, ഇവൻ പറയുന്നത് ചുമ്മയാണ്, ഇവൻ പറഞ്ഞ ആരും പോകില്ല എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ആ കിഴങ്ങന്മാരെ കമൻറ്റ് അല്ലെങ്കിൽ അവന്മാരെ വീഡിയോ ഒക്കെ പോയി നോക്കണം. അവന്മാർ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം അവന്മാർ പറഞ്ഞ ആൾക്കാരെല്ലാം ഇപ്പോഴും ആ വീട്ടിൽ തന്നെ നിൽപ്പുണ്ട്. അവന്മാർ പറയാത്ത ആരും പോയിട്ടില്ല. അവന്മാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ പോകുന്നത്, എന്തൊക്കെ അവന്മാർ പറഞ്ഞു. പക്ഷേ അവന്മാർ ആരും പറഞ്ഞ ആൾ ഒരൊറ്റ മനുഷ്യ പോലും പോയിട്ടില്ല. പക്ഷേ എ ആർ ആകാശ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ആളുകളെല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആകാശേട്ടൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, വളരെ സുതാര്യമായും ജനകീയമായും വെള്ളക്കൊടി മാത്രം കാണിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റേത്. കൂടാതെ ഈ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ സുഹൃത്തായ ചൊക്കലിംഗം ചെന്നിൽ നിന്ന് വിളിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ എനിക്കിത് ഇടേണ്ട ആവശ്യമില്ല. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ പോലും എൻ്റെ പൊന്നെ പിന്നെ ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് സത്യസന്ധമായി കാണിക്കാൻ വേണ്ടി, അല്ലാതെ എനിക്ക് വെള്ളമോ പാലമോ റബ്ബറിൻ്റെ പാല് പോലും ചേർക്കാതെയാണ് ഞാൻ കറക്റ്റായി കാണിക്കുന്നതിൻ്റെ. കൂടാതെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന വ്യക്തിയെ തകർക്കാൻ വേണ്ടി ഒരു ടീം തന്നെ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ വോട്ടിങ്ങോ ജാസ്മിൻ്റെ ഗ്രാഫോ തകർക്കാൻ വേണ്ടി തന്നെ ഒരു ടീം മൊത്തത്തിൽ ഇപ്പം തന്നെ ഉണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം വൈറലായിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടായിരിക്കും. ജാസ്മിൻ്റെ ബാപ്പ സീക്രട്ട് ഏജൻ്റെ അടുത്ത് പറയാണ്, മക്കളെ നീ പോകുമ്പം ഒന്നെങ്കിൽ അവൾക്കൊരു അടി കൊടുക്കണോടാ, അല്ലെങ്കിൽ പറയണോടാ ഗബ്രിയുടെ അടുത്ത് പറയണം, അവളെ പാവയുടെ തുമ്പിൽ തൂങ്ങി നടക്കാതെ സ്വന്തമായിട്ട് ഗെയിം കളിക്കാൻ പറയണം. ഈ പറഞ്ഞ വോയിസ് റെക്കോർഡ് സായി പോണേന് മുമ്പെയാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്, സായി പോണേൻ്റെ ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ കോൾ റെക്കോർഡ് പറഞ്ഞിട്ടുള്ളത്. ഈ കോൾ റെക്കോർഡ് ഇന്നേ വരെ സ്പ്രെഡ് ആയിട്ടില്ല. ഇന്നേ വരെ ആരും കാണാത്ത കോൾ റെക്കോർഡ് ഗ്രാൻഡ് ഫിനാലോട്ട് അടുക്കുമ്പോൾ ഇത് ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയ വൈറലാവണമെങ്കിൽ അത് ഒരു കാര്യമേ ഉള്ളൂ, ജാസ്മിൻ അത് നെഗറ്റീവായിട്ട് പോകണം, ജാസ്മിൻ വോട്ട് കുറയണം. അതിന് വേണ്ടി തന്നെയാണ് ഈ കോൾ റെക്കോർഡ് പുറത്ത് വിട്ടിട്ടുള്ളത്. അത് ആര് വിട്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത്രയും ദിവസം കാര്യം സായി പോയിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും ഈ കോൾ റെക്കോർഡ് ഇന്നേ വരെ ആരും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഈ കോൾ റെക്കോർഡിൻ്റെ കാര്യങ്ങളോ അങ്ങനെ ആരും തന്നെ ഒന്നും പുറത്ത് പോയിട്ടില്ല. ഇന്നലെ രാത്രി ആയപ്പോഴാണ് ഈ കോൾ റെക്കോർഡ് പുറത്താകുന്നത്. ഇന്നലെ രാത്രി കോൾ റെക്കോർഡ് പുറത്താകുന്നതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ട്രോളും കാര്യങ്ങളും പോകുന്നുണ്ട്. ഇന്നലെ എങ്ങനെ കോൾ റെക്കോർഡ് ലീക്കാവും, കാര്യം ഗ്രാൻഡ് ഫിനാലോട് അടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നോമിനേഷനാണ്. കാര്യം ഈ ഒരു നോമിനേഷനിൽ നിന്ന് ജാസ്മിൻ പുറത്തായി കഴിഞ്ഞ് ജാസ്മിൻ നേരെ വീട്ടിലോട്ടാണ്. പക്ഷേ ഈ നോമിനേഷൻ ജാസ്മിൻ പിടിച്ച് നിൽക്കുകയാണ്. ജാസ്മിന് നേരെ ടോപ്പ് 5 ഗ്രാൻഡ് ഫിനാലോട്ട് പോകാൻ പറ്റും. അതുവരെ അതാണ് ഇപ്പോഴത്തെ ലാസ്റ്റ് കടമ്പയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നേ വരെ ഈ കോൾ റെക്കോർഡ് യാതൊരു തരത്തിലുള്ള ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഈ കോൾ റെക്കോർഡ് ലീക്കായതെന്നാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യം ഞാൻ ചോദിച്ച് തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. ആരായാലും ഇതിൻ്റെ അകത്ത് ആരിട്ടുന്നില്ല അവർക്ക് തന്നെ കമൻറ്റ് ഇടാം. എനിക്ക് തോന്നുന്നു ഇത് ജാസ്മിനെ തകർക്കാനും ജാസ്മിൻ്റെ വോട്ട് ഇല്ലാതാക്കാനും ജാസ്മിനെ ഈ ആഴ്ച പറഞ്ഞു വിടാനും വേണ്ടിയുള്ള ഒരു ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ ഒരു കരക്കമ്പിയോ അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ആരാണ് ഈ കോൾ റെക്കോർഡ് ലീക്കായെന്ന് പോലും എനിക്കറിയില്ല. സോ ഗൈസ് എന്തായാലും വളരെ നല്ല ഇതാണ് പ്രശ്നം. അകത്ത് നല്ല ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ പോലും പുറത്തെ ഗെയിമാണ് ഏറ്റവും സഹിക്കാൻ വയ്യാത്തത്. ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇപ്പോൾ അപ്സരയുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. അപ്സര അതിൻ്റെ അകത്ത് ഗെയിം കളിക്കാനെക്കാട്ടി 3 ഇരട്ടിക്കാണ് അപ്സര ഭർത്താവ് പുറത്തുനിന്ന് ഗെയിം കളിച്ച് അപ്സര പുറത്താക്കിയത്. അപ്പോൾ അതാണ് പ്രശ്നം. മര്യാദയ്ക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഗെയിം കളിച്ചെങ്കിൽ അവർ ഗെയിം കളിച്ചേനെ. പുറത്തുള്ളവരെ കൊണ്ടാണ് സഹിക്കാൻ വയ്യാത്തത്. ഇനി അടുത്ത ബിഗ് ബോസ് തൊട്ട് സോഷ്യൽ മീഡിയയിൽ ആരെ കയ്യിലും കൊടുക്കാതെ പോയി കഴിഞ്ഞ് ഗെയിം കളിച്ചിട്ട് വരാം. ഫോർ എക്സാമ്പിൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, പുള്ളിക്കാരൻ യാതൊരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ്, പുള്ളിക്കാരൻ്റെ ഫോൺ ആർക്കും കൊടുത്തിട്ടില്ല. പുള്ളിക്കാരൻ പോയി അതുപോലെ ഗെയിം കളിച്ച് 100 ദിവസത്തിന് മുന്നേ തിരിച്ച് വന്ന് അവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടി. സോ ഗൈസ് ഇപ്പോൾ ഡോക്ടർ റോബിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നേരെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, ഞാൻ പറഞ്ഞ ആളെ പോവുള്ളൂ, അതങ്ങനെ സംഭവിക്കൂ, അതങ്ങനെ നടക്കൂ എന്ന് തന്നെ ഞാൻ പറയുന്നു. ഇനി നിങ്ങൾക്ക് വോട്ടിടാൻ സമയങ്ങളോ കാര്യങ്ങളോ ഒരുപാടുണ്ട്. പക്ഷേ നിങ്ങളുടെ വോട്ട് വിലപ്പെട്ട വോട്ടാണ്. നിങ്ങൾ ആർക്ക് വോട്ടിടുന്നു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ നിങ്ങളുടെ വോട്ട് വിലപ്പെട്ടതാണ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്തായാലും ഇൻ്റർനെറ്റിൻ്റെ കയറി നമ്മൾ ഇടുന്ന ഒരു വോട്ട്, ഹോട്ട്സ്റ്റാറിൽ കയറി നമ്മൾ വോട്ട് നൗ ഇടുമ്പോൾ അതിന് ജെന്യൂനിറ്റി വേണം. അല്ലാതെ വെറുതെ ഒരാൾക്ക് വോട്ടിട്ട് കാര്യമില്ല. ഞാൻ എല്ലാവരെ കുറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം പറയും, അല്ലാതെ ഇപ്പോൾ ആരെ ഫേവർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ജാസ്മിൻ ആയാലും അതുപോലെ സായി ആയാലും സിജു ആയാലും ഇവരാരും എനിക്കറിയില്ല, പേഴ്സണലി അറിയില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയും. കാര്യം അതിൻ്റെ അകത്ത് ഗെയിം കളിക്കാനും അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ആരും ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് നിർത്തിയിട്ട് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല.
സോ ഗേസ് അവരെ പറഞ്ഞു വിടേണ്ടതാണ്. ഇന്നലെ തന്നെ ജിൻഡോ എന്ന വ്യക്തിയുടെ ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ പോയിട്ട് ഇന്നേ വരെ പോയിട്ടില്ല. കുറേ 2-3 ആഴ്ചയായിട്ട് ജിൻഡോയുടെ ഒരു കണ്ടൻറ്റ് പോകാത്തതുകൊണ്ട് ജിൻഡോ തന്നെ ജാസ്മിനെ കയറി ചൊറിയുന്ന ഒരു കാഴ്ചയാണ് രാത്രി കണ്ടത്. നമുക്ക് നേരെ ആദ്യം ജാസ്മിൻ്റെ വോട്ടിങ്ങിലേക്ക് പോകാം. സോ നെക്സ്റ്റ് വീഡിയോ ഈ 3,50,567 വോട്ട് ജാസ്മിന് കിട്ടിയത് ജാസ്മിൻ്റെ വോട്ട് മാത്രമാണ്, ജാസ്മിൻ ഫാനിൻ്റെ വോട്ട് മാത്രമാണ്. പുറത്തുനിന്ന് ജാസ്മിന് യാതൊരു തരത്തിലുള്ള ഒരു ഫാൻ ഗ്രൂപ്പോ യാതൊന്നുമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഗബ്രിയ ആക്കും അറിഞ്ഞൂടെ, ഗബ്രി വോട്ടൊന്നുമില്ല വന്നത്. ഫോർ എക്സാമ്പിൾ റസ്മിനെ പറയാം, റസ്മിന് വലിയ വോട്ടോ ഫാനൊന്നുമില്ല. പിന്നെ ആരുണ്ട്? അപ്സര ജാസ്മിൻ ഫാനാണ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ 3,55,567 വോട്ട് ഇത്രയും മണിക്കൂറുള്ളിൽ ഇത്രയും വന്നതും എല്ലാം ജാസ്മിൻ ഫാനിന് മാത്രമാണ് ജാസ്മിന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ജാസ്മിനെ തളർത്തണം എന്ന രീതിയിൽ ഒരു കോൾ റെക്കോർഡൊക്കെ പോയതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ ഗ്രാഫ് ചെറുതായിട്ട് താഴ്ന്നിട്ടുണ്ട്. അത് പക്ഷേ ജാസ്മിന് നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. ജാസ്മിൻ്റെ ബാപ്പയുടെ ഒരു കോൾ റെക്കോർഡ്, ജാസ്മിൻ്റെ ബാപ്പ അതിൻ്റെ അകത്ത് വന്നിട്ട് ഫോട്ടോ വലിച്ച് കീറി, അത് പക്ഷേ ജാസ്മിന് പോസിറ്റീവായിട്ടാണ് മാറിയത്. പക്ഷേ ഈ കോൾ റെക്കോർഡ് എനിക്ക് തോന്നുന്നു ജാസ്മിൻ നെഗറ്റീവായിട്ടാണ് പോയിട്ടുള്ളത്. കാര്യം ഇപ്പം നമുക്കിത് 2 വശം ചിന്തിക്കാം, 2 വശം 2 രീതിയിൽ കമൻറ്റ് ഇടുന്നു. ഇപ്പം പറയുകയാണ് ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ്റെ ബാപ്പ പറയാണ് അവളെ പാവാട തുമ്പിൽ നിൽക്കാതെ അവൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് കളിച്ച് നിൽക്കാൻ പറ. അപ്പോൾ അതേ വിമർശനങ്ങളായിട്ടാണ് എതിർ ടീം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും അങ്ങനെ അവൻ പറയുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ടല്ലേ ഇങ്ങനെ നിൽക്കുന്ന എന്ന ഒരു ടീം പറയുന്നുണ്ട്. കാര്യം ഇങ്ങനെ ഇവർ തമ്മിൽ തന്നെ സോഷ്യൽ മീഡിയ കിടന്നൊരു വലിയൊരു ഫൈറ്റും കാര്യങ്ങളും ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ബാധിക്കുന്നത് വേറെ ആർക്കുമല്ല, ജാസ്മിനാണ് വലിയ രീതിയിൽ വോട്ട് കുറയുന്നത്. കാര്യം ഇന്നേ വരെ ലീക്കാവാത്ത കോൾ റെക്കോർഡ് ലീക്കാവുന്നു. ഒരുപാട് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെയാണ് ജാസ്മിൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ടൻറ്റ് ആയിക്കോട്ടെ ജാസ്മിൻ്റെ ആപ്പേരെ വക എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു കണ്ടൻറ്റ് പോയിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ ഒരു നല്ലൊരു ഗെയിമറാണ്, ടോപ്പ് 5 വരേണ്ട ഒരാളാണ്. ഇത്ര പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ജാസ്മിൻ്റെ പൈസ മേടിച്ച് ജാസ്മിൻ്റെ ടീമിൻ്റെ പൈസ മേടിച്ചത് ഇന്നേ വരെ ജാസ്മിൻ്റെ ടീം പൈസ തന്നില്ല. അങ്ങനെ തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കണം. എന്നിട്ട് സെർച്ച് ലിസ്റ്റിൽ പോകണം. എന്നിട്ട് ആദ്യം AKASH എന്നിട്ട് അടിച്ചിന് സ്ലാഷ് താഴെ ഒരു ഇതായിരിക്കും സ്ലാഷ്, എന്നിട്ട് AKASH പിന്നെ സ്ലാഷിന്. അപ്പോൾ ആകാശ് എന്ന് പറയുന്ന ഒരു ചുവപ്പ് ഷർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൽ കയറി ഫോളോ ചെയ്യാതെ അപ്പുറത്ത് മെസ്സേജ് ബട്ടൺ ഉണ്ട്, അതിൽ കയറിയിട്ട് ഹായ് അയച്ചതിന് ശേഷം നിങ്ങളെ ഗൂഗിൾ പേ നമ്പർ തരണം. ഞാൻ ഗൂഗിൾ പേ നമ്പർ തരും, നമുക്ക് അതുവഴി പൈസകൾ കൈമാറാം. ജാസ്മിൻ കുറിച്ച് പൊക്കി പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അല്ല എങ്കിൽ ആകാശ് അടിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞ് അവർ അപ്പോഴത്തേക്ക് നമുക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾ പൈസ തരാമെന്നാണ്. ഇന്നേ അവരെ പൈസയോ കാര്യങ്ങൾ ആരും തന്നിട്ടില്ല. ചുമ്മാ ആടുന്ന പൈസ തന്നു എന്നാലും കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേസ്. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുതാര്യമായും ജനകീയമായും വെള്ളക്കൊടി മാത്രം കാണിക്കുന്ന ഒരു ചാനലാണ്. നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ വെള്ളം ചേർത്തെന്ന്. എവിടെയാണ് വെള്ളം ചേർത്തത്? കുറച്ച് കുറഞ്ഞ പാല് ചേർത്തത്. എവിടെയാണ് പാല് ചേർത്തത്? നിങ്ങൾ പറയൂ, ഞാൻ എന്ത് പാലാണ് ചേർത്തത്? പറയൂ, റബ്ബർ പാലാണോ? പറയൂ, എന്ത് പാലാണ് ചേർത്തത്? പറയൂ സുഹൃത്തുക്കൾ, നിങ്ങൾ പറയൂ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ കണ്ടൻറ്റും കൊടുക്കുന്ന ഒരേ ഒരു വ്യക്തി, ഈ സീസണിൽ ഏറ്റവും നല്ലൊരു മികച്ച പ്ലെയറും എന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ട ഒരു വ്യക്തി ജാസ്മിൻ ജാഫർ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സോ നെക്സ്റ്റ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജിൻഡോയാണ്. സോ ഗബ്രി എന്നാണ് എപ്പോഴും വന്നത്. ഗബ്രി ഒന്നുമില്ല, ജാസ്മിനും ജിൻഡോയും തന്നെയാണ് യഥാർത്ഥ രണ്ടുപേരും നല്ലൊരു ഇൻഡിവിജ്വൽ പ്ലെയറായിട്ട് കളിക്കുന്നത്. പക്ഷേ ജാസ്മിൻ തുടക്ക സമയത്ത് ഇൻഡിവിജ്വൽ അല്ലായിരുന്നു. ഈ ഗബ്രിയുടെ കോംബോ അവരൊരു കോംബോ ആയിട്ടാണ് വന്നത് എന്നാണ് അവർ പറയണത്. എനിക്കറിയില്ല, അവർ ആ കോംബോ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ആ കോംബോ വർക്ക് ആവാതെ പോയി, അതാണ് പ്രശ്നം പറ്റിയത്. ആ കോംബോ ഒരു ബെസ്റ്റ് കോംബോയി മാറി. നിങ്ങളുടെ ബെസ്റ്റ് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ബെസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ബെസ്റ്റിക്ക് വേണ്ടി മെൻഷൻ ചെയ്യുക. സോ ഗൈസ്, നിങ്ങൾ ജാസ്മിനാണ് വോട്ടിട്ടെങ്കിൽ ജാസ്മിൻ വോട്ടിന് വന്നിടുക. ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടത് അവരുടെ പേരുകളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് കമൻറ്റ് തന്നെയാണ്. നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടതെന്ന് മസ്റ്റ് കമൻറ്റാണ്. ജാസ്മിനാണെങ്കിൽ ജാസ്മിൻ തന്നെ ഇടുക. അതല്ല നിങ്ങൾ ജാസ്മിൻ വോട്ടിട്ടില്ലെങ്കിൽ വോട്ടിട്ടില്ല എന്ന് പറയുക. കൂടാതെ നിങ്ങളെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ട ഒരു വലിയ സ്ഥലമാണ് കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. മാക്സിമം 100 വേർഡ്സ് വരെ പറ്റാവും, അതിനപ്പുറം പറ്റില്ല. എന്നാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കുത്തിക്കാരിച്ചൊക്കെ എന്തൊക്കെ എഴുതിയിടേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ജാസ്മിൻ്റെ പടയോട്ടത്തെ കാണാം. പക്ഷേ ജാസ്മിനെ കാട്ടി പടയോട്ടം വേറെ ആരുമല്ല അവിടെ നടത്തുന്നത്, അഭിഷേക് തന്നെയാണ്. ഈ അഭിഷേകിൻ്റെ പടയോട്ടം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജിൻഡോ ഫാൻസ് എല്ലാം തന്നെ നേരെ ചെന്നിടുന്നത് അഭിഷേകിനാണ്. ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാര്യം ജിൻഡോയും ജാസ്മിനും എപ്പോഴും പരസ്പര ശത്രുക്കളാണ്. ഈ 1-ാം ദിവസം തൊട്ട് ഇത്രയും ദിവസം വരെ അവർ പരസ്പരം ഒരു സൗഹൃദങ്ങളുണ്ടെങ്കിൽ പോലും ഇവർ പരസ്പര ശത്രുക്കളാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ ഫാൻസും പുറത്ത് ശത്രുക്കൾ തന്നെയാണ്. എങ്ങനെയെങ്കിലും ജാസ്മിനെ പുറത്താക്കണം എന്നൊരു ആലോചനയായിരിക്കും അവർക്കുള്ളത്. പക്ഷേ അത് യാതൊരു തരത്തിലും പറ്റുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് എല്ലാവരും ചോദിക്കുന്നത് ജാസ്മിൻ്റെ വോട്ട് ബോട്ടാണോ എന്നാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഒരാളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കണം. ജാസ്മിന് യൂട്യൂബിലൊക്കെ റീച്ചുള്ള അറിയാമല്ലോ, എത്രയോ ലക്ഷങ്ങളുണ്ട്, 10 ലക്ഷം എത്രയുണ്ട്, ഇൻസ്റ്റയിൽ 7 ലക്ഷമുണ്ട്, ഫേസ്ബുക്ക് ജാസ്മിൻ ഇല്ലാത്തതുകൊണ്ട് കൊള്ളാം. അപ്പം പിന്നെ ജാസ്മിൻ്റെ നാട്ടുകാരൊക്കെ തന്നെയാണ് പറയുന്നത് ജാസ്മിന് കൊള്ളില്ല,
അതൊരു തൻ്റെ ഇടമാണെന്നൊക്കെയാണ് പറയുന്നത്. കൊള്ളില്ലെന്നല്ല, തൻ്റെ ഇടം. കൊള്ളില്ലെന്ന് മീൻസ് തൻ്റെ ഇടം, അവൾ ഭയങ്കര വാത്താളം അങ്ങനെയൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഈ നാട്ടുകാർക്ക് എന്തൊരു പുല്ലും പറയാമല്ലോ. ഇവിടെയും കുറേ കിഴങ്ങേശ്വരന്മാർ 24/7 നമ്മളെ വീട്ടിൽ 24/7 കാണുന്നില്ലെങ്കിൽ പോലും ഈ കിഴങ്ങേശ്വരന്മാർ വീട്ടിൽ കാണും. അവന്മാർ തന്നെ ഇരുന്ന് എല്ലായിരുന്നു അവൻ കണക്കണം ദേ പോയി അതൊക്കെ നല്ല വെളിയിലൊക്കെ നമുക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നാട്ടുകാരെ കൊണ്ട്. പിന്നെ അവർക്ക് എന്ത് വേണം പറയാം, അവർക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണം, അവരൊക്കെ പറയട്ടെ. എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. ജാസ്മിൻ വോട്ടിടാൻ പറ്റുമെങ്കിൽ വോട്ടിടുക. ഈ 4 ലക്ഷമാണ് ഒന്നാം സ്ഥാനം അഭിഷേകിന്. ഈ 4 ലക്ഷം വരാൻ കാരണം അഭിഷേകിന് അല്ലെങ്കിൽ 4 ലക്ഷമൊക്കെ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2 ദിവസമോ അല്ലെങ്കിൽ ഒരു 3 ദിവസമോ കഴിയുമ്പോഴാണ് അഭിഷേകിന് 4 ലക്ഷം എന്നൊരു ടാർഗറ്റ് അഭിഷേക് അച്ചീവ് ചെയ്യുന്നത്. ഈ 4 ലക്ഷം ഇത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്തെങ്കിൽ അതിൽ യാതൊരു സംശയമില്ല. ജിൻഡോ ഫാൻസ് വോട്ടൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ജിൻഡോയുടെ ഫാൻസ് വോട്ട് വന്നിട്ടുണ്ട്. പിന്നെ സിജോയുടെ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് സിജോയുടെ വോട്ട് വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. സിജോയുടെ വോട്ട് എനിക്ക് തോന്നുന്നത് സായിക്കൊക്കെയാണ് പോയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. എനിക്ക് എന്തായാലും ജിൻഡോയുടെ വോട്ട് മൊത്തം വന്നേക്കുന്നത് വേറെ ആർക്കുമല്ല. ജിൻഡോയുടെ പകുതി വോട്ടും വന്നത് അഭിഷേകിന് തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് നമുക്ക് പറയാം, നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. കോമൺ ആയിട്ട് എന്ന് വെച്ചാൽ ഹരിയാകര കാര്യങ്ങൾക്ക് മാത്രം ചിന്തിക്കേണ്ട കാര്യം മാത്രം തന്നെയാണ്. കാര്യം അഭിഷേകിന് മാത്രമാണ് വോട്ട് വന്നിട്ടുള്ളത്. കൂടാതെ അഭിഷേക് നല്ലൊരു ഗെയിമർ തന്നെയാണ്. നിങ്ങൾ അഭിഷേകിന് വോട്ടുണ്ടെങ്കിൽ അഭിഷേക് നൗ എന്ന് പറഞ്ഞ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അഭിഷേക് ഒരു ഗെയിമർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ളൊരു ഫസ്റ്റ് ദിവസം വന്നൊരു മഞ്ഞക്കൊടി കാണിച്ച് യെല്ലോ കാർഡ് കിട്ടിയതിന് ശേഷം അഭിഷേകിൻ്റെ ഗെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അഭിഷേകിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകിന് ഇഷ്ടമുള്ളിടത്ത് മാത്രമേ സംസാരിക്കുള്ളൂ, അല്ലാത്തടത്ത് സംസാരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അഭിഷേക് അതിൻ്റെ അടുത്ത് പോയിട്ട് യാതൊരു കാരണവുമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ അഭിഷേക് ഫിസിക്കൽ ഗെയിം വന്നു കഴിഞ്ഞാൽ ഈസ് എ നമ്പർ 1 ഗെയിമർ. ഒരുപാട് കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകിനെ പോലെ കണ്ടൻറ്റ് അഭിഷേക് തന്നെയാണ്. ആദ്യം വന്ന ദിവസം തന്നെ വൈൽഡ് കാർഡ് വാങ്ങുന്ന ആദ്യത്തെ വ്യക്തി അഭിഷേക് തന്നെയാണ്. അതിലും വലിയ കണ്ടൻറ്റ് സ്വപ്നങ്ങളെ മാത്രം. ആ കണ്ടൻറ്റ് മേടിച്ചിട്ട് 4 ആഴ്ച തുടരെ വരണമെങ്കിൽ അതും കിടിലൻ കണ്ടൻറ്റ്. അതിന് ശേഷം അഭിഷേക് അഭിഷേക് എല്ലാ ഇതിലും വരും, ജനവിധി നേടാൻ വരും. പക്ഷേ ഇപ്പോഴും ജനങ്ങൾ അഭിഷേകിനെ സേഫാക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമില്ല, അഭിഷേക് നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് തന്നെയാണ് അഭിഷേകിനെ സേഫാക്കുന്നത്. കാര്യം അഭിഷേക് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അഭിഷേകിൻ്റെ വീട്ടുകാർ വന്നപ്പോൾ അഭിഷേക് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഇരുന്നാൽ നിനക്ക് അടുത്ത ആഴ്ച വീട്ടിൽ വരാമെന്ന്. കാര്യം അങ്ങനെയാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ വിധി അങ്ങനെയല്ലല്ലോ. ജനങ്ങളുടെ വിധിയല്ലല്ലോ വീട്ടുകാർ ചിന്തിക്കുന്നത്. പക്ഷേ അഭിഷേക് വല്ലപ്പോഴേക്ക് മിണ്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അഭിഷേക് നല്ല രീതിയിൽ ആ ഫസ്റ്റ് ദിവസത്തിൻ്റെ ഒരു ഫയർ ഇനിയൊരു 70, ഇനിയൊരു കൂടിപ്പോയി കഴിഞ്ഞാൽ 80, 90, 100, ഒരു 20 25 ദിവസത്തിനകത്ത് അഭിഷേക് ഒരു തീയാക്കി കഴിഞ്ഞാൽ 20 ദിവസം തുടങ്ങും, 80 ദിവസമായില്ല, 80, 85 എത്ര ദിവസമായിട്ട് ഇപ്പോൾ തന്നെ നല്ല ഇനി വോട്ട് ചെയ്യാനുള്ള അവസരം ഇല്ല. നിങ്ങൾക്ക് ആർക്കും വോട്ട് ചെയ്യാൻ അവസരമില്ല. ഇതൊരു ലാസ്റ്റ് വോട്ടിംഗ് ഓപ്ഷനാണ്, ലാസ്റ്റ് എവിക്ഷനാണ്, ലാസ്റ്റ് ക്യാപ്റ്റൻസിയാണ്, ലാസ്റ്റ് നിങ്ങളുടെ വോട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 6ൻ്റെ ലാസ്റ്റ് വോട്ടിംഗ് ആണ് ജനങ്ങളായ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആർക്കായാലും ജെന്യൂനായിട്ടുള്ള വോട്ടിടുക. അതിൽ ഒട്ടും അർഹതല്ലാത്തവരെ നിങ്ങൾ തന്നെയാണ് പുറത്താക്കേണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ ആർക്കാണ് വോട്ടിട്ടത് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും. ഞാൻ ആർക്കാണ് വോട്ടിട്ടതെന്ന് ചോദിക്കടാ ചോദ്യം. അങ്ങനെ ഞാൻ ഇത് ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഒരാൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആ കറക്റ്റ് ആളുടെ പേര് ഞാൻ ഇടുന്നതായിരിക്കും. സോ ഗേസ്, ഞാൻ എപ്പോഴും പറയുന്നത് അഭിഷേക് നല്ല ഗെയിമർ തന്നെയാണ്. അഭിഷേക് നല്ല കണ്ടൻറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അഭിഷേക് ടോപ്പ് 5 വരാൻ അർഹതപ്പെടുന്നുണ്ട്. അഭിഷേകിന് വോട്ടിടുക. അഭിഷേക് 4 ലക്ഷത്തിൽ നിന്ന് ഇനിയും പോവുക. ജിൻഡോ ഫാൻസ് വന്ന് അഭിഷേകിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് കാര്യം. എല്ലാവരും ഒരു തീരുമാനങ്ങളല്ലടാ. നമ്മളായിട്ടും പറഞ്ഞിട്ട് നീ അവനെ ഇടല്ലോ ഇവിടെ, അങ്ങനെയൊന്നുമല്ല. ഇതിപ്പോൾ അവരവരുടെ ഇഷ്ടങ്ങളാണ്, അവരവരുടെ കാര്യങ്ങളാണ്, അവരവരുടെ വോട്ട് അവരവർക്കിടാം. അഭിഷേക് ഗെയിമർ തന്നെയാണ്. അതുകൊണ്ട് അഭിഷേകിന് ഇനിയും വോട്ടിടുക, അഭിഷേകിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുവരിക. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അഭിഷേക് ഇനി നല്ല ഗെയിം കളിക്കുകയാണെങ്കിൽ മാത്രമേ അഭിഷേകിന് ഇതുപോലത്തെ ഒരു അച്ചീവ്മെൻറ്റ് വോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ജിൻഡോയൊക്കെ വരുമ്പോഴത്തേക്ക് അഭിഷേക് നല്ല പിന്നിലോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ടോപ്പ് 5ൻ്റെ അകത്ത് ഉണ്ടെങ്കിലും പക്ഷേ അഭിഷേക് ഗെയിം കളിച്ചാലേ ടോപ്പ് 1ലേക്ക് പോകുള്ളൂ. അഭിഷേക് ഇപ്പോഴും ഗെയിം കളിക്കാതെ ഒതുങ്ങി മാറി നിൽക്കാതിരുന്നാൽ അഭിഷേകിന് കൊള്ളാം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കൂടാതെ അഭിഷേക് ഫാൻസ് എല്ലാവരും വരേണ്ടതാണ്. അഭിഷേകിന് വോട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിഷേകിനോ എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിഷേകിനോട്ട് അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് നിറയ്ക്കാവുന്നതാണ്. അഭിഷേകിൻ്റെ തല, അഭിഷേകിൻ്റെ പേര് എന്ന് തന്നെ ഇടാം. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീക്കിലൊക്കെ എടുത്ത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. കഴിഞ്ഞ വീക്കിൽ കുറേ യൂട്യൂബ് കിഴങ്ങേശ്വരന്മാർ ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് അരയ്ക്ക് കലക്ക് കുടിച്ച് 24/7 അതിൻ്റെ അകത്തിരുന്നവന്മാർ പറയണം അഭിഷേക് പോകുന്നു. ഞാൻ മാത്രമാണ് പറഞ്ഞത് അഭിഷേക് പോകില്ല എന്ന്. അതുപോലെ സംഭവിച്ചു. അഭിഷേക് പോയില്ല, അഭിഷേക് നിന്നു. സ്റ്റിൽ AR ആകാശിൻ്റെ വോട്ട് വിജയിച്ചു. ബാക്കിയുള്ളവന്മാരെ ഞാൻ തോപ്പിച്ചു. സോ ഗേസ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആകാശിൻ്റെ വോട്ട് വളരെ ജെന്യൂനായിട്ടുള്ള വോട്ടിങ്ങാണ്. അല്ല ഇന്നേവരെ കള്ളം കാണിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കാനോ വെള്ളം ചേർക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
അങ്ങനെ ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടാനൊന്നുമില്ല. വെറുതെ എന്തിനാണ് നമുക്ക് ആ ജനങ്ങളെ പറ്റിച്ചിട്ട് എന്ത് കിട്ടാനാ? ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ ജനങ്ങളെ പറ്റിക്കാൻ. സോ ഗൈസ്, ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. കൂടാതെ എല്ലാം നമുക്ക് എല്ലാം വേണം. ഇത് മാത്രമല്ല, നമുക്കെല്ലാം വേണമെന്ന് തന്നെ പറയുന്നു. കാര്യം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കളിക്കുന്നു. അവരെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഞാൻ പറയും. അഭിഷേകിനെ കുറിച്ച് നെഗറ്റീവ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭിഷേക് പോയവരെ കുറിച്ച് പേരെടുത്തിരുന്നത് വളരെ ചീപ്പ് ഗെയിം എന്നാണ് ഞാൻ പറയുന്നത്. പോയവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയുടെ പേരെടുത്ത് എപ്പോഴും ജാസ്മിനായിട്ട് ചൂഷണം ചെയ്യണത്, ഒരു അൺഫെയർ ആയിട്ട് ഗെയിമാണ് എനിക്ക് തോന്നുന്നത്. അത് ഇന്നലകളിൽ ജീവിക്കാതെ അഭിഷേക് ഇന്ന് ജീവിക്കാൻ നോക്കുക. ഇന്നലകളിലാണ് അഭിഷേക് എല്ലാവരെയും പിടിച്ചിരുന്നത്. അത് ചെയ്യാതെ നമ്മൾ ഇന്ന് ജീവിച്ചാൽ കൊള്ളാം അഭിഷേക്. അത് മാത്രമേ എനിക്ക് അഭിഷേകിൽ നെഗറ്റീവായിട്ട് തോന്നി. അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. കാര്യം ഈ പോയ ആളെക്കുറിച്ച് പറഞ്ഞ് വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് 7ാം സ്ഥാനം തോന്നുന്നു, അല്ല 6ാം സ്ഥാനമാണ്. 1 ലക്ഷം വോട്ടാണ് ഋഷി. എന്തൊന്ന് പറയാം ഋഷിയെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1ാം ദിവസം തൊട്ട് ഇന്നേ ദിവസം വരെ യാതൊരു ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. പറഞ്ഞ് വീട്ടിൽ വിടണേ ഏറ്റവും നല്ലതാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്തൊരു കണ്ടൻറ്റ് ഋഷിക്ക് എടുത്ത് പറയാനുള്ള കണ്ടൻറ്റ് എന്താ ഉള്ളത്? ആകെ സുഗമോ ദേവി ലാലേട്ടൻ ചിരിച്ച, വേറൊരു കണ്ടൻറ്റും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഋഷി എപ്പോഴും ഹൈഡ് ചെയ്ത് നിൽക്കുക. നിങ്ങളത് ചിന്തിച്ചാൽ മനസ്സിലാവും. നല്ലൊരു പ്ലെയർ, ഒരു സ്ട്രോങ് പ്ലെയർ ബിഗ് ബോസിനകത്തുണ്ട് എന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഋഷി അവർ ഹൈഡാവും. ഫോർ എക്സാമ്പിൾ സിബിന് വന്നപ്പം സിബിൻ്റെ ഹൈഡായിട്ട് ഹോ 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 എന്നും പറഞ്ഞ് സിബിൻ്റെ കൂടെയായിരുന്നു. സിബിന് പോയപ്പോൾ അയ്യോ ഹോ 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 ഹോ. പിന്നെ ഇപ്പം അഭിഷേകാണ് മെയിൻ. പിന്നെ പുള്ളിക്കാരനെ ഇപ്പം നമുക്ക് ഋഷിയെ തന്നെ എടുത്താൽ മനസ്സിലാവും. ഇപ്പോൾ 80 ദിവസം തരാമെന്നാണ്. 80 ദിവസം 80 അടുപ്പിച്ചായി. 80 ദിവസം ഋഷി കൂടുതൽ സംസാരിച്ചതിലുള്ളത് അൻസിബടുത്താണ്. എന്തിനാണ് ഇതിന് മാത്രം സംസാരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതിൻ്റെ അകത്ത് വേറെ എത്രയോ പേരുണ്ട്. ഇവർ മാത്രമേ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് സംസാരം ഇത് തന്നെ. അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് കണ്ടൻറ്റാണ് പുറത്ത് പോകുന്നത്? ഇന്നേ വരെ ഒരു കണ്ടൻറ്റ് പുറത്ത് പോകണം ഞാൻ കണ്ടിട്ടില്ല. ഇവർ തമ്മിലുള്ള കണ്ടൻറ്റ്. സുഖേഷ് ഇപ്പോഴും പറയുന്നു, ഋഷി എന്ന വ്യക്തി അതിനകത്ത് വലിയ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഋഷി എന്നെ ഇന്നലെ ഡിബേറ്റ് പറയുകയാണ്, ഞാൻ കണ്ടൻറ്റ് കൊടുത്തു, ഞാൻ ഡാൻസ് കളിച്ചു. അയ്യോ ലാലേട്ടൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഒരു ഡാൻസ് കളിച്ച്, പാട്ട് ഒരു സൈഡിൽ കൂടെ പോണ്, ഡാൻസ് ഒരു സൈഡിൽ കൂടെ പോണ്, വേറെ ഒരു സൈഡിൽ കൂടെ പോണ്. അങ്ങനെയാണ് പാട്ട് കളിച്ചത്. ഡാൻസ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെ. നിങ്ങൾ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഋഷിയെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. കാര്യം 7 വർഷമായിട്ട് ഋഷി ഉപ്പുമുളക് എന്ന ഫാമിലിയിൽ സജീവമായതുകൊണ്ട് തന്നെ ഉപ്പുമുളകിലുള്ള എല്ലാവരും വന്ന് ഋഷിക്ക് വേണ്ടി വോട്ടിനോ എന്ന് പറഞ്ഞ് അങ്ങനെ വോട്ട് ഇടുന്നുണ്ട്. അല്ലാതെ ഋഷി ഒരു ഗെയിമറോ കാര്യങ്ങളോ ഒന്നുമല്ല. യാതൊരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഋഷിയുടെ അത് പുറത്ത് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇപ്പോഴും പറഞ്ഞ കാര്യം, ഋഷി വെരി 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 ഡേഞ്ചർ സോണിലാണ്. 6ാം സ്ഥാനമാണ്. ഇതിൻ്റെ താഴെ ഒരാളെ ഉള്ളൂ 7ാം സ്ഥാനം. സോ ഋഷിക്ക് നിങ്ങൾ നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ നിൽക്കണമെങ്കിൽ ഋഷി ഇനി ഗെയിം കളിക്കും. ഈ 70 എത്ര ദിവസമായിട്ട് കളിക്കാത്ത ഗെയിം ഋഷി ഇനി കളിക്കുമെങ്കിൽ കളിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൊണ്ട് ഇന്ന് പിടിച്ചോടെ നിനക്കൊരു വോട്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ വോട്ട് ചെയ്യാം. ഇപ്പോൾ ഋഷി പറയാൻ പോലെ ആരുടെ ഔദാര്യത്തിന് കൊടുക്കാത്ത രീതിയിൽ, ഔദാര്യമില്ലാത്ത രീതിയിൽ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോകാം. ഋഷി ഒരു ഗെയിമറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൺഫോർച്ചുനേറ്റ്ലി ഋഷി എന്തോ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കണമെന്ന് എന്തൊക്കെ പറയണം. എനിക്ക് അറിഞ്ഞൂടെ എന്ത് വാല്യൂ ആണെന്ന്. അത് ചില സമയത്ത് അവൻ ആകെ വാല്യൂ കൊടുത്തത് അൻസിബയോട് സംസാരിക്കാൻ വേണ്ടി മാത്രം റെസ്പെക്റ്റായിട്ട് സംസാരിക്കും. ബാക്കിയുള്ള എല്ലായിടത്തും എടി പൊടി വാടി പൊടി എടി പൊടി വാടി പൊടി, ഇതൊക്കെയാണ് നല്ല റെസ്പെക്റ്റായിട്ട് സംസാരിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഋഷി എന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോകാം. കൂടുതലും ഋഷി അടി ഉണ്ടാക്കിയിട്ടുള്ള പെൺപിള്ളേടുത്താണ്. ആണുങ്ങളുടെ ആരും ഇന്നേ ഋഷി അടി ഉണ്ടാക്കിയിട്ടില്ല. കാര്യം അറിയാം, ഏതെങ്കിലും പയ്യന്മാരത്ത് പോയി കഴിഞ്ഞാൽ അമ്മ മടക്കി വയ്ക്കുന്നു. ഇന്നേ വരെ ഋഷി ആരെങ്കിലും ആണുങ്ങളുടെ അടി ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നി. കൂടുതലും ആരടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സരടുത്ത് ചുമ്മാ അപ്സരടുത്ത് അടി ഉണ്ടാക്കാൻ പോകും, എടി വാടി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം ജാസ്മിൻ്റെ അടുത്ത് പോവും, പിന്നെ നോറ അടുത്ത് പോവും. പിന്നെ പയ്യന്മാരായിട്ട് ആരുടെ അടി ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, ഇന്നേവരെ കണ്ടിട്ടില്ല. അതങ്ങനെ അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇന്നേവരെ എൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ല. പിന്നെ അർജുൻ്റെ അടുത്ത് കയറി ലാസ്റ്റ് ഡിബേറ്റ് പറഞ്ഞ് നമ്മളാരും ഔദാര്യത്തിലല്ലടെ ഈ ഗെയിം കളിച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓസ്റ്റിനല്ലല്ലോ നമ്മൾ ഗെയിം കളിച്ചതെന്ന് പറയാണ്. അപ്പോൾ ഋഷി പറയാൻ അത് മൈൻഡ് ഗെയിമിൻ്റെ ഉസ്താദാണ് അർജുൻ ആദ്യമേ ഇരുത്താൻ പറഞ്ഞ് ഞാൻ ടിക്കറ്റ് ഫിനാലിലേക്ക് വരും തോന്നുന്നില്ല, എനിക്കിത് തരുമോ എന്ന് ചോദിച്ചപ്പം ആദ്യം തന്നെ ഋഷി എടുത്ത് പറയാണ്, ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന മഹത് വ്യക്തി, വെള്ളക്കൊടി മാത്രം കാണിക്കുന്ന മഹത് വ്യക്തി ഋഷി പറയുന്നത് നമ്മളാരും ഓസിനല്ല കളിച്ചതെന്ന്. അപ്പോൾ തന്നെ നമ്മളെ ജാസ്മിന് മനസ്സിലായിട്ട് ജാസ്മിൻ പറഞ്ഞു ഇതൊരു ഫൈറ്റിന് പോകും, ഇത് ആർക്കും കിട്ടാതെ. അതുകൊണ്ട് ജാസ്മിൻ പറയാണ് ഞാൻ മാറി നിൽക്കാം, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എടുത്തോ. അപ്പോഴത്തേക്കും അർജുൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ജാസ്മിൻ, രണ്ടാമത്തെ പ്രയോറിറ്റി. അപ്പോൾ എനിക്ക് പിന്നെ കിട്ടില്ല, കുഴപ്പമില്ല, ഞാൻ ഇത് മുടിയന് കൊടുക്കുന്നു, ഇത് ഋഷിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞത് ഋഷിയിലെ കളി എന്ന് പറഞ്ഞു. ഋഷിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളാരും ഓസിനല്ല കളിച്ചത്, നിനക്കെങ്ങനെ തരാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഋഷി ഇത് ഋഷിക്ക് കിട്ടിയപ്പോൾ ഋഷിയുടെ കിളിയും പറഞ്ഞു. ഇപ്പോൾ ഓസിന് ആരാ മേടിച്ചിട്ട് പോയേ? ടിക്കറ്റ് ഫിനാലെ ഓസിന് മേടിച്ച ഒരേ ഒരു വ്യക്തി
അത് വേറെ ആരുമല്ല, ഋഷി തന്നെയാണ്. ഋഷി തന്നെയാണ് പറഞ്ഞത് ഓസിന് കൊടുക്കില്ലെന്ന്. എന്നിട്ട് ആ ഓസിന് ഋഷി തന്നെയാണ് മേടിച്ചിട്ട് പോയത്. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ചീത്ത വിളിക്കാതെ മൈൻഡ് ഗെയിം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കിടുക്കാച്ചി മൈൻഡ് ഗെയിം അർജുനിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റി. അതൊരു നല്ല മൈൻഡ് ഗെയിം. ഇതൊക്കെയാണ് മോനെ മൈൻഡ് ഗെയിം എന്ന് പറയുന്നത്. അല്ലാതെ വല്ല ഇത് വേറെ ഒന്നുമല്ല മൈൻഡ് ഗെയിം. ഇതാണ് മൈൻഡ് ഗെയിം. ചീത്ത വിളിയോ ഫൈറ്റോ വേറെ ഒന്നുമില്ല. ഈ പക്കാ മൈൻഡ് ഗെയിം. പക്കാ മൈൻഡ് വെച്ചാൽ പക്കാ മൈൻഡ് ഗെയിം. അവൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ അവനെ അടിച്ചു. അവൻ പറഞ്ഞ ഓസിന് തരില്ല എന്ന് പറഞ്ഞ ആ ഓസ് എന്ന വാക്ക് അവന് തന്നെ തിരിച്ച് കിട്ടി. അവൻ തന്നെ ആ ഓസിന് കൊണ്ടുപോയി എന്ന ഒരു സാധനം. അതൊരു ക്ലാസ് മാസ് ഐറ്റം, ഒരു സാധനം തന്നെയാണ് അർജുൻ അടിച്ചതെന്ന് എനിക്ക് 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 പിന്നെയും പറയാൻ തോന്നുന്നുണ്ട്. സോ ഗേസ്, നിങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആർക്കാണ് വോട്ടിട്ടെന്നൂടെ കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ അൻസിബ ഫാൻസൊക്കെ ഋഷിക്ക് വോട്ട് ചെയ്യും. അൻസിബയ്ക്ക് ഫാൻസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സോ ഗേസ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ആരാണ് വോട്ടിട്ടെന്നൂടെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമുക്ക് ഋഷി എന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് നമുക്ക് നേരെ അടുത്ത് സീക്രട്ട് ഏജൻറ്റിലേക്ക് പോവാം. സീക്രട്ട് ഏജൻറ്റ് ഋഷിയും കാട്ടി ഒരുപടി മുന്നിലാണ്. 5ാം സ്ഥാനമാണ്. 1,20,123 വോട്ടാണ്. സേഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 5ൻ്റെ അകത്ത് സേഫാണ്. പക്ഷേ 7, 6, 5 3 പേര് പോകും കേട്ടോ. അപ്പം 3 പേര് പോകാൻ ചാൻസ് കൂടുതലാണ്. 3 പേരല്ലെങ്കിൽ 3 പോകും. അങ്ങനെയാണെങ്കിൽ ഏജൻറ്റ് സേഫ് അല്ല. പിന്നെ ഏജൻറ്റിൻ്റെ വീഡിയോ ഇന്നലെ വൈറലായിട്ടുണ്ട്. ഏജൻറ്റിൻ്റെ ഒരു കോൺവെർസേഷനാണ് വൈറലായിട്ടുള്ളത്. ഏജൻറ്റും ജാസ്മിൻ്റെ ബാപ്പയുള്ളത്. ഇന്നേ വരെ വൈറലാവാത്ത, ഇന്നേ വരെ ആരും ചർച്ച ചെയ്യാത്തത് ഗ്രാൻഡ് ഫിനാലോട്ട് അടുക്കുമ്പോൾ ഈ ക്ലിപ്പ് പോയെങ്കിൽ ഇതിനർത്ഥം ഈസ് എ ഗെയിം. പുറത്തും നല്ല ഗെയിം കളിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. നടക്കട്ടെ, ആര് ജയിക്കും ആര് ജയിക്കില്ല എന്ന് കണ്ട് തന്നെ അറിയാം. കൂടാതെ സായിയെക്കുറിച്ച് പറയുമെങ്കിൽ സായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സായിക്ക് വീട്ടിൽ പോകണമെന്ന് ഇന്നലെ പറയാനായിട്ടാണ്. സായി വീട്ടിൽ പോകണം എന്ന് പറയണമെങ്കിലും സായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യമായിട്ട് ആഗ്രഹിച്ചൊരു പ്ലാറ്റ്ഫോമാണ്, സായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സായി തന്നെയാണ് പറയണത് ഞങ്ങളാരും പോകില്ല എന്ന്. സായി തന്നെ പറഞ്ഞു സായിക്ക് പോകണമെന്ന്. സായിക്ക് എനിക്ക് എന്തുകൊണ്ട് സായി ഒരു നല്ല മനുഷ്യനായി. പിന്നെ സായിക്കാണ് ഏറ്റവും കൂടുതൽ പ്ലസ് പോയിൻ്റ് അവിടെ നിന്ന് കിട്ടിയത്. സായി ഒരുപാട് എന്താ വെച്ചാൽ വീട്ടുകാരെ കാര്യം മിണ്ടി, അങ്ങനെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ടായൊരു സംഭവമാണ് സായിക്ക് ഉണ്ടായത്. പിന്നെ സിജോയുടെ വോട്ടുകളൊക്കെ സായിക്ക് മറിയും. ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട, കുറച്ച് വലിയ മണിക്കൂറുകളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ സായിയുടെ വോട്ടിങ്ങൊക്കെ അങ്ങ് മറിയും. കാര്യം ഈ സിജോ ഫാൻസ് ഒക്കെ ഇങ്ങോട്ട് ഇടിച്ച് കയറും. നിങ്ങളെല്ലാം നോക്കിക്കോ. കാര്യം സിജോ സായിയൊക്കെ ഒരേ ടീമാണ്. ഇവർ തമ്മിൽ രണ്ടുപേരും കണ്ടൻറ് ക്രിയേറ്ററാണ്. രണ്ടുപേരും ഒരാൾ വീട്ടിൻ്റെ അതിർന്ന് പറയുന്നു, ഒരാൾ കാറിൻ്റെ അതിർന്ന്, അങ്ങനത്തെ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പം അതുപോലെ ചില സ്ഥലത്ത് സേഫാക്കാൻ നോക്കുമ്പം കൂടുതലും സായി എപ്പോഴും പറയുന്നത് വെച്ചാൽ സിജോ നോക്കും സേഫ്. അങ്ങനെ അതുപോലെ തന്നെയാണ്. അപ്പോൾ സിജോ ഫാൻസുകാർ എപ്പോഴും സായി സേഫാക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ സായി സേഫ് ആവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ സായി ടീം ഉണ്ടെങ്കിൽ നിങ്ങൾ സായിക്കാണ് കമൻറ്റ് ഉണ്ടെങ്കിൽ സായിയുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ സായിയുടെ കണ്ടൻറ്റിനെ കുറിച്ച് പറയുകയും സായി പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് പോയിൻ്റ്. ഒരുപാട് സായിയുടെ ഈച്ച് ആൻഡ് എവരി വണ്ണം ഒരു 10-50 കണ്ടൻറ്റോളം സായിയുടെ പുറത്തുനിന്നുണ്ട്. അതൊക്കെ കറക്റ്റ് തന്നെയാണ്. അതൊക്കെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരുപാട് നല്ല സത്യസന്ധമൊന്നുമല്ല, കറക്റ്റ് പോയിൻ്റേ പറയുള്ളൂ. ഇപ്പം നോറയും ജിൻഡുവും കൈ കെട്ടിയൊരു സംഭവം ഉണ്ട്, അറിയാമല്ലോ. നോറ ജിൻഡു കൈ തട്ടിയിട്ട് അത് പ്രേക്ഷകർ കൊടുത്ത ടാസ്ക്കാണ്. അപ്പോഴത്തേക്ക് ജിൻഡു അങ്ങോട്ട് പുഷപ്പ് അടിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു. അത് നമ്മൾ കിലുക്കല്ലേ ചിത്രം സിനിമയിൽ ലാലേട്ടന് മറ്റേ പരസ്പരം ഇത് കിട്ടുമല്ലോ, തുണി കയ്യിൽ കിട്ടും. അതുപോലെയാണ് ഇവർ കെട്ടിയത്. അതൊരു കോംബോ, അത് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഫണ്ണാക്കാനാണ് നോക്കിയത്. അപ്പോഴത്തേക്ക് നോറ കിടന്ന് വീഴാൻ തുടങ്ങി. എൻ്റെ കൈ പോയി, കണ്ടോ സായി ചേട്ടാ, എൻ്റെ കൈ മുറിഞ്ഞു, കണ്ടോ കൈ ഇങ്ങനെ വലിഞ്ഞു. അപ്പോഴാണ് സായി പറഞ്ഞത് ഇതൊരു ഗെയിമാണ്, ഇതിങ്ങനെയാണ്, അല്ലാതെ കൈയിൻ്റെ മുറിഞ്ഞെന്നോ അത് പറഞ്ഞു നമുക്ക് നിൻ്റെ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് സായി ഒറ്റ വാക്കിൽ വാടപ്പിച്ച്. സായി പലരുടെയും അടപ്പിക്കുന്നത്, സായി എല്ലാവരുടെയും മിങ്കിളാവുന്നത്, സായി എല്ലാവരുടെ കൂടെ മിങ്കിൾ ചെയ്തിട്ട് അവരവരുടെ വീക്ക് പോയിൻ്റ് എല്ലാം സായിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ എവിടെ അടിച്ചാൽ ഇവർ വീഴും എന്ന് സായിക്ക് പക്ക അറിയാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരേ വ്യക്തി സായി തന്നെയായിരിക്കും. ഒരുപാട് പേരെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തേക്കുന്ന എല്ലാവരുടെ വീക്ക് പോയിൻ്റ് അറിയാവുന്ന വ്യക്തിക്ക് സായി തന്നെയാണ്. കൂടാതെ സായിയുടെ കണ്ടൻറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ പുറത്തും പോകുന്നുണ്ട്. സോ ഗേസ്, ഞാൻ എപ്പോഴും പറഞ്ഞു സായിയെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സായിക്ക് വോട്ട് ചെയ്യുക. പിന്നെ സായിക്ക് വോട്ട് ചെയ്യുക എന്ന് കൂടാതെ തന്നെ സായിക്ക് വേണ്ടി സിജോ ടീമിലുള്ള എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്. സിജോയുടെ ഫാൻസ് എല്ലാം സായിക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യം സായി ഇതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ 24 ലൈവ് സായിയുടെ ഭാര്യ കാറിനകത്തിരുന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ സായിക്ക് വോട്ട് മറിയും. ഇന്നേ വരെ സായിക്ക് വോട്ടിടുക എന്ന് സായിയുടെ ഫാമിലിമാരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നു, ആസ് എ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ, നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ ഗെയിമും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വോട്ടിടുക. പ്ലീസ് വോട്ട് നൗ സായി.
വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല. സായി നല്ലൊരു ഗെയിമർ തന്നെയാണ്. സായിയുടെ ഗെയിമുകൾ ഇനി കാണാൻ പറ്റട്ടെ. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ സായി നല്ലൊരു ഗെയിമറായി മാറട്ടെ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം സായിയുടെ ഗെയിമുകൾ, അല്ലേ? സോ ഗൈസ്, നമുക്ക് എന്തായാലും അടുത്ത ആളിലേക്ക് പോകാം. പക്ഷേ സായി ഒരു വൈറ്റ് കാർഡ് ഇൻ്റർവ്യൂ വന്നതാണ്. പക്ഷേ ആ വൈറ്റ് കാർഡ് ഇൻ്റർവ്യൂ വന്നിട്ട് സായി വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സായി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലരെയും കൊണ്ട് ഗെയിം കളിപ്പിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. ആ ഒരു പ്രോസസ്സിങ് കാര്യങ്ങൾ ഇന്നേ വരെ നടന്നിട്ടില്ല. സായി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും കൊണ്ട് ഗെയിം കളിപ്പിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി ഒരു ബിഗ് ബോസ് ആയിട്ട് അവിടെ ഇരുന്നിട്ട് എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ ഗെയിം കളിപ്പിക്കും, ഇങ്ങനെയാണ് ഗെയിം, അവർ പോലും അറിയാതെ അവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കും എന്നാണ് സായി പറഞ്ഞത്. പക്ഷേ അത് ഇന്നേ വരെ നടന്നിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ പച്ചയായ സത്യം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ബിഗ് ബോസിൽ ആർക്കാണ് വോട്ടിട്ടത് അവരവരുടെ പേരുകൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ടോപ്പ് 5 വരാൻ ആഗ്രഹിക്കുന്നവരുടെ പേര് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ഇനിയും നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇത് പറയില്ല. കാരണം വോട്ടിങ് അവസാനിക്കുക ഇനി മണിക്കൂർ മാത്രമാണ് ബാക്കി. ഇനി സമയമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറെന്നല്ല, ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഈ വോട്ടിംഗ് എൻഡിങ് തീരുന്ന ലാസ്റ്റ് വോട്ടിംഗ് എൻഡിങ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം രേഖപ്പെടുത്തുക. സോ നെക്സ്റ്റ്, നോറയെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ വന്ന സമയത്ത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് ഈച്ച് ആൻഡ് എവരി വൺ പേഴ്സൺ എല്ലാവർക്കും പറയാം കരച്ചിലോടെ കരച്ചിൽ, സകല ക്യാമറ നോക്കി കരച്ചിലായിരുന്നു. പക്ഷേ പിന്നീട് ആ കരച്ചിൽ ഒരു പടയായുധമാക്കി മാറ്റി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് എങ്ങും തനിക്ക് താനും തനിക്ക് നിഴലും തനിക്ക് തോന്നുമെന്ന് പറഞ്ഞ് നോറ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ് നോറ എന്ന വ്യക്തി വന്ന് ഇപ്പം കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നോറ ഇപ്പം സിജോ പോകുന്നതിന് മുന്നേ നോറ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സിജോ എന്ന വ്യക്തി വന്ന് പുറത്ത് ഇങ്ങനെയല്ല നടക്കുന്നത്, നോറ ഒരാൾക്ക് ഫൈറ്റ് നടക്കുമ്പോൾ നോറ ചിരിക്കുന്നുണ്ട്, നോറ ഒരു ഡെവിളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നോറയെ തളർത്തിക്കളഞ്ഞു. അങ്ങനെ പിന്നീട് നോറ എണീച്ച് വരുന്നുണ്ട്. പക്ഷേ നോറയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നോറയ്ക്ക് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നോറ ഒന്നാം ദിവസം തൊട്ട് ഇപ്പോൾ ഇത്രയും ദിവസം വരെ ഉള്ളതൊക്കെ ഇരുന്ന് ചക്കന് എന്ന് പറയുന്ന നോറയാണ്. അതല്ല നോറ വേണ്ടത്. പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാൻ നോറ പറയില്ല. അതാണ് പ്രശ്നം. നോറ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നോറ എല്ലാവരും പറഞ്ഞു വെച്ചാൽ നോറ ഫാമിലി കാർഡ് ഇട്ടെന്നോ അങ്ങനെ എന്തോ കാർഡ് ഇട്ട് കൊടുത്തെന്നൊക്കെ പറയുന്നത്. എന്ത് കാർഡെന്ന് എനിക്ക് അറിഞ്ഞുവിടുന്നവരെ അങ്ങനത്തെ ഒരു കാർഡ് ഇട്ട് കൊടുത്തെന്ന്, പിന്നെ എന്ത് കാർഡ് ഇട്ട് കൊടുത്തെന്ന്, ഏതൊക്കെ കാർഡ് ഇട്ട് കൊടുത്തെന്ന് പറയാം നോറ. പക്ഷേ നോറ ഒരു വ്യക്തി നല്ലൊരു ഗെയിമർ തന്നെയാണ്. പിന്നെ നോറ തന്നെയാണ് ഒരിക്കലും ഒരു ഫൈറ്റ് കാര്യം നോറയ്ക്ക് സഹി കിട്ടു വന്നപ്പോൾ നോറ പറയണം ജാസ്മിൻ എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി. അപ്പോൾ തന്നെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ഇങ്ങനെയാണ് നോറ പറഞ്ഞത്, ജാസ്മിന് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി. അപ്പോൾ തന്നെ മലയാളികളായ നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇവർ തമ്മിൽ പുറത്തൊരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കോൺവെർസേഷൻ കാര്യങ്ങളിൽ ഇവർ തമ്മിലൊരു പ്ലാൻ ചെയ്ത് 50 ലക്ഷം കിട്ടുമ്പോൾ നിനക്ക് 25, എനിക്ക് 25, നമ്മൾ തമ്മിലൊരു ധാരണയിൽ പോവാം എന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ പിന്നീട് അവർ തമ്മിലൊരു സംസാര കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു കാര്യങ്ങൾ അവിടെ തീർന്നു. അപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞ് സായിയൊക്കെ പറഞ്ഞ് പുറത്തെ കാര്യങ്ങൾ പുറത്ത് തന്നെ ഇവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ തന്നെ നമുക്കൊരു വിറ്റം ഇട്ട് തന്നിട്ടുണ്ട്. ഇപ്പം ബിഗ് ബോസിന് വേണമെങ്കിൽ ഈ ഒരു പാറ്റേൺ വേണമെങ്കിൽ അവർക്ക് കട്ട് ചെയ്യാം. ഇപ്പം 24 ലൈവ് ആണെങ്കിൽ പോലും അവർ 9:30 കാണിക്കാതെ ഇതല്ലെങ്കിൽ 11:30 ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവർ കാണില്ല. പക്ഷേ ഇത് അവർ 9:30 തന്നെ ഇട്ട് ജനങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബിഗ് ബോസ് ഒരു ഫേക്കോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡോ ഒന്നുമല്ല. കാര്യം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് എൻ്റെ അടുത്ത് ഇട്ട് തന്നെയാണ്. കാര്യം കറക്റ്റായിട്ട് അവർ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അവർ തന്നെ പറഞ്ഞതാണ്. പലരും പറയുന്ന കാര്യമാണ് ഇത് സ്ക്രിപ്റ്റഡാണ്. ഇത് സ്ക്രിപ്റ്റഡ് അല്ല. സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഈ നോറ ഇങ്ങനെ കരയാനോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പിന്നെ ഇതൊരു ഗെയിമാണ്, അതിജീവനത്തിൻ്റെ ഗെയിമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ളവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ഗെയിമർ. ഫോർ എക്സാമ്പിൾ, ബിഗ് ബോസ് ആണ് യഥാർത്ഥ ഗെയിമർ. കാര്യം ബിഗ് ബോസ് ആണ് എല്ലാവരും കൊണ്ട് ഗെയിം കളിപ്പിക്കുന്നത്, അതാണ് ഗെയിമർ. അതുപോലെ കണ്ടസ്റ്റൻ്റ് ആവണം, അതാണ് യഥാർത്ഥ ഗെയിമർ. ഈ നോറയെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇപ്പം ഞാനിപ്പോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തോ, അതിനെക്കുറിച്ച് എന്താ പറയുക. ആ നോറ ആദ്യം അങ്ങ് പോകും, ബഹിരാകാശത്തിന് ചൊവ്വയിൽ നിന്ന് അങ്ങ് പോകും, ചന്ദ്രനിൽ പോയിട്ട് വന്നിട്ട് പറയും അവിടെ മഴ ചെറുതായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ കാലാവസ്ഥ നിരീക്ഷണം പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തുനിന്നേ ഇങ്ങ് വരും. മഴ പെയ്തോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മഴ പെയ്തു, ഈ ഒരു വാക്ക് പറയാനാണ് നോറ അങ്ങറ്റത്തുനിന്ന് പോയി അങ്ങ് ഇവിടേക്ക് പോയി സഞ്ചരിച്ചിട്ടൊക്കെയാണ് നോറ വരുന്നെങ്കിൽ പോലും. പക്ഷേ നോറ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സത്യസന്ധതയുള്ള കാര്യങ്ങളാണ്, ചിലതൊക്കെ അൺഫെയർ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ നോറ
നോറയുടെ ഗെയിമാണ് കളിക്കുന്നത്. ഇപ്പോൾ നോറയ്ക്ക് ചിലപ്പോൾ അതായിരിക്കും നോറയുടെ ഒരു പാറ്റേൺ, അതാരും മനസ്സിലാക്കില്ല. ഇപ്പോൾ കാട് കയറി ചിന്തിക്കുന്നതായിരിക്കും നോറ മനസ്സിൽ കരുതുന്നത്. ഇങ്ങനെ കാട് കയറി ചിന്തിച്ച് കഴിഞ്ഞാൽ ആൾക്കാരും വട്ടന്മാരാക്കും, ഞാനും വട്ടന്മാരാകും, പ്രേക്ഷകരും വട്ടന്മാരാകും, ബിഗ് ബോസും വട്ടന്മാരാകും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ്, ട്രോളന്മാർ, സോഷ്യൽ മീഡിയ ഒരുപാട് പേര് നോറയുടെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് നോറയുടെ കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം നോറ കണ്ടൻറ്റ് കൊടുക്കുന്നുള്ളതുകൊണ്ടല്ലേ അവർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നോറ കണ്ടൻറ്റ് കൊടുക്കുന്നില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നോറ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ കണ്ടൻറ്റ് സക്സസ് ആവുന്നത് കൊണ്ട് തന്നെയാണ് പുറത്ത് നല്ല രീതിയിലുള്ള സംസ്കാരങ്ങളും കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്നുള്ള കമൻറ്റ് ചെയ്യണം. നോറയ്ക്കാണെങ്കിൽ നോറ എന്ന് പറയണം, ജാസ്മിനാണെങ്കിൽ ജാസ്മിൻ, അഭിഷേകാണെങ്കിൽ അഭിഷേക് എന്ന് പറയണം, മുടിയെങ്കിൽ മുടിയെന്ന് പറയണം, പിന്നെ നന്ദനെങ്കിൽ നന്ദന, സായിയെങ്കിൽ സായി. അങ്ങനെ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടത്, ശ്രീധുവെങ്കിൽ ശ്രീധു എന്ന് പറയണം. നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടത് അവരൊക്കെ എല്ലാവർക്കും പറയേണ്ടതാണ്. ഇന്നലെ നോറ പറഞ്ഞൊരു കറക്റ്റ് പോയിൻ്റാണ്. കാര്യം ശ്രീധുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെ കോംബോ അത് പുറത്ത് പോകുമ്പോൾ പുറത്തുള്ളവർ ചോദിച്ചാൽ എന്ത് പറയാം? അപ്പോൾ ശ്രീധു പറഞ്ഞ്, എന്നാ അതൊക്കെ നമ്മൾ അപ്പടി ഇപ്പടി പേസിട്ട് അത് നമ്മൾ കോംബോ അല്ലേ, ഡ്രാമ അപ്പടി ഇപ്പടി പേസാത് എന്നൊക്കെ പറഞ്ഞ് നോറ അതാണ് പറഞ്ഞത്. കറക്റ്റ് പോയിൻ്റൊക്കെ ചോദിക്കാൻ മിടിക്കുകയാണ്. പക്ഷേ ചില സമയത്ത് കാടുകയറി ചിന്തിച്ച് പോകുമ്പോഴാണ് നോറ ഇഷ്ടപ്പെടാതെ പോകുന്നത്. പക്ഷേ ഇഷ്ടംപോലെ കണ്ടൻറ്റ് മിടിക്കുകയാണ് നോറ. നോറയുടെ ഗ്രാഫ് നിങ്ങൾ എടുത്താൽ മനസ്സിലാവും. നോറ ആദ്യം വന്ന സമയത്ത് വെറും 0 ആയിരുന്നു. പിന്നെ നോറ അങ്ങോട്ട് ചെല്ലും തോറും മൈനസ് ഒരു 10-20 ദിവസമായപ്പോഴാണ് നോറ എന്ന വ്യക്തി ഒരു അപ്പാവാൻ തുടങ്ങിയത്. പിന്നെ നോറയ്ക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് വന്നിട്ടില്ല. നോറ നല്ല രീതിയിൽ ഗെയിം കളിച്ചാണ് പോകുന്നത്. പക്ഷേ ഇടയ്ക്കെപ്പോഴും നോറ എന്ന വ്യക്തി തിരിഞ്ഞ് നോക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നോറയ്ക്ക് തന്നെ പോകാം എന്ന് തന്നെ ഞാൻ പറയുന്നത്. നോറയ്ക്ക് ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമുക്ക് നേരെ തമിഴ്നാട്ടിൽ പോയിട്ട് വരാം. വാ. ഇന്നലെ കരഞ്ഞ ഒരു വ്യക്തി വേറെ ആരുമല്ല, ശ്രീധുവിനെ ഇന്നലെ കരയിപ്പിച്ച്. ഈ ശ്രീജൻ ഫാമിലിനെ എന്തിന് ചെയ്യുമെന്നല്ലേ, ശ്രീ അർജുനും അങ്ങനത്തെ ടീമുണ്ടല്ലോ, അവരൊക്കെ എന്ത് ചെയ്യുന്നത്, ഇന്നലെ കരയിപ്പിച്ച്. ശ്രീധു അർജുൻ ഈ ഒരു കോംബോ ഡ്രാമ ജനങ്ങളെ ഇഞ്ചക്റ്റ് ചെയ്യുമല്ലേ എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, നന്ദനയാണ്. ഈ നന്ദന ഇത് പറയാൻ കാരണം നന്ദനയ്ക്ക് അസൂയ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നന്ദന അത് ഇഞ്ചക്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദന പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 20 ദിവസത്തായിട്ട് 20-30 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവർ വരുമ്പോൾ ഇവർക്കറിയാം എവിടെ അടിച്ചാൽ ഇവർ വീഴും എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നന്ദന അത് പരിശീലിച്ച് നന്ദനയുടെ ഗെയിം തന്നെയാണത്. നന്ദനയ്ക്ക് അസൂയ എന്ന് പറയുന്നതിന് ഉപരി ഞാൻ പറയണമെന്ന്, ഇത് നന്ദനയുടെ ഗെയിമാണ്. നന്ദന ഇപ്പം ശ്രീധുവിനാണെങ്കിൽ പറയാം, നന്ദന 24 ലൈവ് എപ്പോഴും നന്ദന കൂടുതൽ സംസാരിക്കാൻ സായി ഏട്ട ഈ നന്ദന കാണിക്കുന്ന ഡ്രാമയല്ലേ. അപ്പം നന്ദന കാണിക്കുന്ന ഡ്രാമ അല്ല എങ്കിൽ ഓക്കെ. ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, വീട്ടുകാർ വന്ന സമയത്ത് വീട്ടുകാർ പോകാൻ സമയമായപ്പോൾ നന്ദന കിടന്ന് കരയുക, അയ്യോ പോവല്ലേ. ഇത് ഡ്രാമ അല്ലേ നന്ദന, ഇത് ഡ്രാമയാണ്. നന്ദന ചെയ്യുന്ന ഡ്രാമയാണെങ്കിൽ ശ്രീധു ചെയ്തതിനെക്കാട്ടി 3 ഇരട്ടി ഡ്രാമയാണ് നന്ദന ചെയ്യുന്നത്. വീട്ടുകാർ പോയപ്പോൾ പോവല്ലേ. അതൊന്ന്. വീട്ടുകാർ വന്നപ്പോഴത്തേക്ക് സാധാരണ വീട്ടിലുള്ളവരാണ് വിളിക്കുന്നത്. ഇത് നേരെ സായി ഏട്ടാ വിളിച്ച് കൂവുക. അവിടെ എല്ലാവരും പറയണം എൻ്റെ വീട്ടുകാർ ഇതിൻ്റെ അകത്ത്. അത് ഡ്രാമയല്ല. ശ്രീധു അർജുൻ സംസാരിക്കുന്നതാണ് ഡ്രാമ എന്നാണ് നന്ദന പറയുന്നത്. നന്ദനയ്ക്കെല്ലാം പറയാം, എൻ്റെ പൊന്നെ. പക്ഷേ ശ്രീധുവിൻ്റെ ഒരു കോംബോ, ഇനി നമുക്ക് ശ്രീധുവിൻ്റെക്ക് വരാം. ഇത് ഇന്നലെ സംസാരിച്ചുകൊണ്ടാണ് ശ്രീധുവിനെ കുറിച്ച് പറഞ്ഞത്. ഈ കോംബോ ഡ്രാമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു. ഇനി നമ്മൾ ശ്രീധുവിൻ്റെ വരുമ്പോൾ ശ്രീധുവിൻ്റെ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഗ്രാഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ വടം വലിക്കുമല്ലോ, ഈ വടം വലിക്കും വടം എങ്ങനെ ഇരിക്കുന്നത്, നേരെ ഈ ഗ്രാഫിലാണ് ശ്രീധു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് വടത്തിനെ എടുത്ത് എറിയാനോ അല്ലെങ്കിൽ വടം ഇങ്ങനെ താഴ്ത്തി വീഴാനോ ഒന്നുമില്ല. ഈ വടം എങ്ങനെ പോകുന്നു അതുപോലെയാണ് നന്ദന പോകുന്നത്. യാതൊരു തരത്തിലുള്ള മുന്നേറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല ശ്രീധുവിന്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശ്രീധു ടോപ്പ് 5 അർഹതപ്പെടുന്നില്ല. ഈ 3-ാം സ്ഥാനം ശ്രീധു വരാൻ കാരണത്തിൻ്റെ മെയിൻ കാരണം അർജുൻ എന്ന വ്യക്തി ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ അർജുന് പുറത്ത് നല്ല ഓട്ടമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത ഓട്ടമുണ്ട്. അപ്പോൾ ഈ കുഴപ്പമില്ലാത്ത ഓട്ടമൊക്കെ നന്ദനയ്ക്ക് കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, മീൻസ് കുറച്ച് ഓട്ടമേ ഉള്ളൂ. വലിയൊരു ഓളം ഇപ്പോഴും അർജുൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പം ആ വോട്ടിൽ മൊത്തം ശ്രീധുവിനാണ് വരുന്നത്. അർജുൻ ശ്രീധു കോംബോ, അവർക്ക് ഒരുപാട് ടീമുണ്ട്. ഈ 18-24 വയസ്സുള്ള കൊച്ചു പിള്ളേരൊക്കെയാണ് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അവരൊക്കെ എല്ലാവരും വന്ന് ശ്രീധുവിനാണ് വോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. പക്ഷേ ശ്രീധുവിൻ്റെ ഒരു കണ്ടൻറ്റ്, ശ്രീധു ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരിക്കുകയാണ് ശ്രീധു ഒരു നല്ലൊരു ഗെയിമറാണ്, കണ്ടൻറ്റാണ്. ചോദ്യം ഇതാണ്, ശ്രീധു എന്ത് കണ്ടൻറ്റാണ് കൊടുത്തത് ജനങ്ങൾക്ക് വേണ്ടി? ശ്രീധുവിൻ്റെ എന്ത് കണ്ടൻറ്റാണ് ചർച്ചയായത്? ശ്രീധു എന്താണ് അവിടെ ചെയ്യുന്നത്? ശ്രീധുവിൻ്റെ എന്ത് ഗെയിമാണ് ജയിച്ചത്? ശ്രീധു ഒരു തേങ്ങയും ചെയ്തില്ല എൻ്റെ അടുത്ത്. എന്ത് തന്നെയാണ് ആകാശ് എന്ന് ഞാൻ പറയുന്നത്. ശ്രീധു ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എന്ത് കണ്ടൻറ്റ് ചെയ്യും? ഇത്ര ദിവസമായിട്ട് ശ്രീധു ഒരു കണ്ടൻറ്റും ജയിച്ചിട്ടില്ല, ഒരു കണ്ടൻറ്റും സക്സസ് ആയിട്ടില്ല, ഒരു കണ്ടൻറ്റ് പുറത്ത് സക്സസ് ആയിട്ടില്ല. മഴ തൂറുത് ഇതൊരു ഫണ്ണായിട്ടാണ് പറഞ്ഞത് ശ്രീധു പറഞ്ഞത്. അല്ലാതെ വേറെ എന്ത് കണ്ടൻറ്റാണ് ഉള്ളത് പറ? അല്ലാതെ
എന്തെന്ന് തൊണ്ടി മുതലും ഗൃഹസാക്ഷിയും ഇങ്ങനത്തെ കണ്ടൻറ്റ് കുഞ്ഞു കുഞ്ഞു കണ്ടൻറ്റ് അല്ലാതെ എടുത്ത് പറയാം, ഇതൊക്കെ ഫൺ കണ്ടൻറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതല്ലാതെ ഒരു ഫൈറ്റോ അല്ലെങ്കിൽ യാതൊരു, ഇപ്പം നിങ്ങൾ വിചാരിക്കണത്, ഇപ്പം നിങ്ങൾ പറയണത് ഇതെന്തിരി പറയണത് ഫൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ചെയ്യാവുന്നുള്ളൂ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3-4 ആഴ്ചയായിട്ട് ശ്രീതു എന്ന വ്യക്തി അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പോലും പ്രേക്ഷകർ പോലും മനസ്സിലായിട്ടില്ല. കാര്യം അത്രയ്ക്ക് ഹൈഡായിരുന്നു ശ്രീതു. കാര്യം ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ഒരുപാട് സീരിയൽ ആർട്ടിസ്റ്റാണ് ഇതിൻ്റെ അകത്ത് ഇടിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ അവരേതായ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അമ്മ അറിയാതെ കുടുംബ വിളക്ക്, ശാരദ വിളക്ക്, ആ വിളക്ക്, ഈ വിളക്ക്, എല്ലാ ടീമൊക്കെയാണ് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടീമിലത്തുള്ള എല്ലാവരുമായിട്ടും ഒരു കുടുംബമായിട്ട് ഇവർ ആ ഒരു ജേണിയിൽ സംസാരിച്ച് പോകുമ്പം ശ്രീധുവിൻ്റെ ശബ്ദം ആരും അങ്ങനെ കേട്ടിട്ടില്ല. അതാണ് യഥാർത്ഥ സത്യം. അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ശ്രീധുവിൻ്റെ ഒരു കോംബോ ഇപ്പോഴും, ആ കോംബോ ഉള്ളതുകൊണ്ടാണ് ശ്രീധു ഇപ്പോഴും നിൽക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ശ്രീധു എന്ന വ്യക്തി എപ്പോഴേ പോവേണ്ടതാണ്. ശ്രീധുവിൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശ്രീധുവിൻ്റെ അമ്മ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു 2 ദിവസം മാത്രമാണ് അതിന് ആയുസ് ഉണ്ടായത്. മൂന്നാമത്തെ ദിവസം അവർ പിന്നെ ആ കോംബോ തുടരുന്നുണ്ട്. ഇത് അവർ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും ഇന്നലെയും പറഞ്ഞ കാര്യമാണ്, ഇവർ തമ്മിൽ ഇഷ്ടത്തിലല്ല, ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ ഓക്കെ, തീർന്നല്ല. ഇനി ആരും വീഡിയോ എഡിറ്റ് ചെയ്യില്ലേടേ? നിങ്ങളൊക്കെ എഡിറ്റ് ചെയ്താണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യണത്. അവർക്കാണെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറയാൻ ചെയ്യണം. നിങ്ങൾ ഈ പേളി മേണി അതുപോലെ തന്നെ ശ്രീനിഷിൻ്റെ എഡിറ്റ് ചെയ്തതിൽ കാര്യമുണ്ട്. അത് കേരളക്കരയായ ജനങ്ങളെല്ലാവരും പറഞ്ഞ് അവിടെ അകത്തിരുന്ന് ശ്രീനിഷിൻ്റെ അടുത്ത് ആരുടെ ചോദിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോനെ നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്താ? എനിക്ക് പേളിയും ഞാനിവിടെ കല്യാണം എന്ന് പറയുന്നുണ്ട്. കാര്യം ശ്രീനിഷ് അപ്പം തന്നെ പറയണം, എനിക്ക് പേളിയെ കല്യാണം കഴിഞ്ഞ് വീട്ടുകാരായിട്ട് ആരോട് സംസാരിക്കുക എന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല ഇവരൊരു പ്രണയമാണെന്നോ അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു കല്യാണം കഴിക്കണമെന്നോ അല്ല, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ സോഷ്യൽ മീഡിയയാണ് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി മുട്ടി കിടക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഗേസ്, ഞാൻ ഇപ്പോഴും പറഞ്ഞു, ശ്രീധുവിൻ്റെ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും പുറത്ത് പോയിട്ടില്ല. എന്തായാലും ശ്രീധു ഇനിയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ. കാര്യം ഇത്രയും ദിവസം ഒരു വടം പോലെയാണ് ശ്രീധു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും യാതൊരു തരത്തിലുള്ള കണ്ടൻറ്റോ കാര്യങ്ങൾ പുറത്ത് പോയിട്ടില്ലെങ്കിലും ഇനി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധുവിന് വോട്ടിടുക. ശ്രീധു ഇപ്പോൾ നല്ല രീതിയിൽ സേഫാണ്. നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു കണ്ടസ്റ്റൻ്റ് അടുത്തേക്കാണ് പോകുന്നത്. ഡ്രാമ ക്യൂൺ വേറെ ആരുമല്ല, നന്ദനെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നന്ദനെ പുറത്തുനിന്ന് കളി കണ്ടിട്ട് അകത്തെ കണ്ടസ്റ്റൻ്റ് എങ്ങനെയാണ് അവരെവിടെ അടിച്ചാൽ വീഴും എന്നെല്ലാം പഠിച്ചിട്ടാണ് നന്ദന വന്നിരിക്കുന്നത്. നന്ദന വന്ന സമയത്ത് എന്തൊക്കെയോ ഒരാളെ തകർക്കാൻ വേണ്ടിയാണ് നന്ദന പോകുന്നത്. നന്ദനയ്ക്കറിയാം ജാസ്മിന് പുറത്ത് നല്ല നെഗറ്റീവാണ്. അപ്പോൾ ജാസ്മിനെ തന്നെ ആദ്യം പോയിട്ട് കൊട്ടാം, അങ്ങനെ കൊട്ടുന്നത് കണ്ട്. പക്ഷേ അത് സത്യം പറയും നന്ദന തന്നെ ഒരു മണ്ടത്തെ കോമളിയായിട്ട് തിരിച്ചു വരുന്നതാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞ് എന്തൊക്കെ പറയണം, എന്തൊക്കെ വാരി കോരിയൊക്കെ പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദന പുറത്ത് നിന്ന് കാണാതെ പഠിച്ച് ഒരു ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ട് ഇവരെ എങ്ങനെ അടിക്കുക, ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് സംസാരിക്കുക. മനസ്സിലായ? ഈ നന്ദന ഫുൾ ടൈം സായിയുടെ കൂടെയാണ് കോംബോയിൽ സംസാരിച്ച് പോകണം. അതൊരു കോംബോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദനയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അത് പറ്റില്ല. നന്ദന ചെയ്യണത് പലതും ഡ്രാമയും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും നന്ദനെ അടുത്ത് ആരും ചോദിക്കാനോ പോകാനോ പറ്റില്ല. പക്ഷേ നന്ദനയ്ക്ക് എല്ലാം ചെയ്യാം. ഫോർ എക്സാമ്പിൾ പോയിൻ്റ് ടേബിൾ ഉണ്ടായിരുന്നല്ലോ നമുക്ക് അവിടുത്തെ ടിക്കറ്റ് ഫിനാലിൽ 1 തൊട്ട് 13 വരെ ഉണ്ട്. ഉടനെ പോയി 1ാം സ്ഥാനത്ത് നന്ദൻ നിന്നിട്ട് പറയുകയാണ് എനിക്ക് വീട് വയ്ക്കണമെന്ന്. അപ്പോൾ തന്നെ ജാസ്മിൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നീ തന്നെയാണ് പറഞ്ഞത് മണി ബാങ്ക് ഉണ്ട്, പൈസ കിട്ടുന്നൊരു സംഭവമുള്ള, അപ്പോൾ നീ അത് എടുത്തിട്ട് പോകുന്നു, നീ തന്നെ പറഞ്ഞ ആൾ, നീ എന്തിനാണ് അവിടെ പോയി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് കേട്ട്, അത് ശരിയാണല്ലോ, ഇവിടെ പിന്നെ എന്തിനാണ് അവിടെ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ നന്ദന എന്ന വ്യക്തിയെ അങ്ങോട്ട് തള്ളി ഏറ്റവും അവസാനം കൊണ്ടിട്ടപ്പോഴത്തേക്കും നന്ദന എന്ന വ്യക്തി കിടന്ന് മെഴുകുക, ബിഗ് ബോസേ ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ പേടി, നാട്ടുകാർക്ക് പേടി, ജനങ്ങൾ കേൾക്കണം, ഇവിടെയുള്ള കണ്ടസ്റ്റൻ്റ് എല്ലാവർക്കും എന്നെ പേടിയാണ്, നന്ദനെ പേടിയാണ്. ഇത് നമുക്ക് സ്വയം നമ്മളോട് ഒരു പേടിയാകുമ്പോഴാണ് നമ്മൾ സ്വയം പറയണത് നമ്മളെല്ലാവർക്കും പേടിക്കണം, നമ്മളെ ഭയക്കണം. ഇപ്പം നന്ദനെ എല്ലാവരും ഭയക്കണം. നന്ദന ഒരു വലിയ കണ്ടസ്റ്റൻ്റാണ്, നന്ദന ഒരു സ്ട്രോങ് പ്ലെയറാണെന്ന് അകത്തുള്ളവരാണ് പറയേണ്ടത്. അല്ലാതെ നന്ദന സ്വയം പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദന ഒരു ഫയർ ലേഡിയാണ്, ഞാൻ ഒരു കിടിലൻ ലേഡിയാണ്, എന്നെ എല്ലാവരും ഭയക്കണം എന്ന് നന്ദനയാണോ പറയണത്? നന്ദന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള എന്ന് വെച്ചാൽ കണ്ടസ്റ്റൻ്റ് ഈ മാലകളൊക്കെ ഇട്ടിട്ട് പറഞ്ഞ കാര്യം എനിക്കൊരു വെല്ലുവിളിയായിട്ട് തോന്നിയത് ഇതുപോലെ നന്ദന ഒരു സ്ട്രോങ് ലേഡിയാണ്, അയൺ ലേഡിയാണ്, നന്ദന ഒരു പവർ പാക്കാണ് എന്ന് നന്ദനെ കൊണ്ട് നന്ദനെ പറയിപ്പിക്കണം. ഇത് നേരെ തിരിച്ചാണ്. നന്ദനെ സ്വന്തമായിട്ട് പറയാം, ഞാൻ ഭയങ്കര കലിപ്പാണ്, ഞാൻ സീനാണ്, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. നന്ദന സ്വയം പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ കോമളായിട്ട് തിരിച്ചു പറയുകയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് നന്ദനയ്ക്ക് നിൽക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നന്ദനയ്ക്ക് വോട്ട് ചെയ്യുക. ഇത് ലാസ്റ്റ് വോട്ടിങ്ങാണ്. നന്ദന ഏറ്റവും അവസാനമാണ് നിൽക്കുന്നത്. നിങ്ങൾ നന്ദനെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇത് ലാസ്റ്റ് വോട്ടിംഗ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. സോ ഗൈസ്, ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ വൈൻഡിങ്ങിലേക്ക് ഞാൻ കിടക്കുകയാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇത്ര സമയം ഒരു കറക്റ്റ് ചർച്ചയിൽ നടന്നത്, നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടത് അവരുടെ അഭിപ്രായങ്ങൾ നേരെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കാണ് വോട്ടിട്ടതെന്നോട് കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ. ആകാശിൻ്റെ ലൈവ് അപ്ഡേറ്റിൽ കാണുമ്പോഴേക്കും സോ സൈനിങ് ഓഫ്. ആകാശാണ്, വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ്. ഞാൻ എന്നെ തന്നെ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വളരെ സുതാര്യമായി നടത്തുന്ന ചാനലാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ
ഐ മീൻ ഈ കമൻറ്റ് ബോക്സിലിടുക. അല്ലെങ്കിൽ വലിയ വലിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലിട്ട് വാ. സോ ഗൈസ് നമുക്കപ്പം വൈൻഡിങ്ങിലേക്ക് ചെയ്യാൻ പോവുകയാണ്. വൈൻഡിങ് അപ്പ് ചെയ്യാൻ പോകും, വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എല്ലാം രേഖപ്പെടുത്താം. എല്ലാ കമൻറ്റും നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, അല്ല വേറെ ഒന്നുമല്ല. സോ ഗൈസ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. നിങ്ങളുടെ വോട്ടിംഗ് തകർക്കട്ടെ. നമ്മൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. സോ എല്ലാവരും പറയൂ ഓർ ആകാശ് 1 2 3 4. സോ ഗൈസ് അപ്പം നമുക്കൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വരാം. ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തിരക്കുമില്ല. സോ വൈൻഡിങ് അപ്പ്, ആകാശ്. സോ